ടു യാനിസ്റ്റ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു ക്രോഷറ്റ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആവശ്യമുള്ള റോ മെറ്റീരിയൽസിനെ കുറിച്ചാണ്. പാക്കിംഗ് സപ്ലൈസ് ഒന്നും ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, അതിൻ്റെ സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നതായിരിക്കും. നമുക്ക് പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ടാക്കാൻ എന്തൊക്കെ സാധനങ്ങൾ വേണം എന്നുള്ളതാണ് ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് ക്രോഷറ്റ് ബിസിനസ് സീരീസിൻ്റെ പാർട്ടായിട്ടുള്ള വീഡിയോ ആണ്. നിങ്ങൾ ക്രോഷറ്റ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളെങ്കിൽ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഇനിയും വീഡിയോസ് ചെയ്യാനുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ക്രോഷറ്റ് ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ കൂടുതൽ വീഡിയോസ് കാണാൻ വേണ്ടി എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ എനാബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും വരുന്നൊരു ഡൗട്ടാണ്, ക്രോഷറ്റ് സ്റ്റാർട്ട് ചെയ്യണം, ക്രോഷറ്റ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം, അതിന് വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെ പ്രൊഡക്ട്സ് സ്റ്റാർട്ടിങ്ങിൽ വാങ്ങണം? കുറേ പ്രൊഡക്ട്സ് വാങ്ങിക്കൂട്ടി വെറുതെ കാശ് കളയണോ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമുക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ട പ്രൊഡക്ട്സ് എന്താണ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അതേപോലെ ഓപ്ഷണലായിട്ട് നമുക്ക് വേണമെങ്കിൽ വാങ്ങാം എന്നുള്ള പ്രൊഡക്ട്സ് എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിൽ ഫസ്റ്റ് വൺ ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ യാൺ തന്നെയാണ്. യാൺ എന്ന് പറയുമ്പോൾ പല കാറ്റഗറീസ് ഓഫ് യാൺ നമുക്ക് അവൈലബിൾ ആണ്. അപ്പം നമുക്ക് എല്ലാം കൂടെ മിക്സ് ചെയ്ത് വാങ്ങാൻ പറ്റില്ല. പിന്നെ നമ്മൾ യാൺ എങ്ങനെ ചൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന പ്രൊഡക്ട്സിന് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നത് അക്രിലിക് യാണും അതേപോലെ തന്നെ കോട്ടൺ യാണും ഒക്കെയാണ്. അതുകൂടെ കോമ്പോസിഷൻ മിക്സ് ആയിട്ട് വരുന്ന യാൺസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പം നിങ്ങൾ ബാഗ്സ് ഒക്കെയാണ് ചെയ്യുന്നതെങ്കിൽ കോട്ടൺ യാൺസ് ആണ് നിങ്ങൾക്ക് കൂടുതൽ വേണ്ടത്. പിന്നെ നിങ്ങൾ ചെറിയ പ്രൊഡക്ട്സ് ആണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഏത് യാൺ വേണമെങ്കിലും സെലക്ട് ചെയ്യാം. പിന്നെ നിങ്ങൾ വെയറബിൾസ് ഒക്കെയാണ് ചെയ്യുന്നതെങ്കിൽ മിക്സഡ് ആയിട്ടുള്ള യാണും കോട്ടൺ യാൺസും ഒക്കെയാണ് നല്ലത്. പിന്നെ ഫ്ലവേഴ്സ് ഒക്കെ ആണെങ്കിൽ അധികം ഫസ് ഇല്ലാത്ത യാൺസ് ആണ് നല്ലത്. അപ്പോൾ അത് നിങ്ങളുടെ ആവശ്യം അനുസരിച്ചാണ് വാങ്ങേണ്ടത് യാൺ എന്ന് പറയുന്നത്. പിന്നെ യാൺസ് അതേപോലെ തന്നെ ക്വാണ്ടിറ്റി പറയുകയാണെങ്കിൽ നമുക്ക് അതും ഈ പറഞ്ഞ പോലെ നമ്മൾ കുഞ്ഞു പ്രൊഡക്ട്സ് ആണ് ഉണ്ടാക്കുന്നതെങ്കിൽ അത്യാവശ്യം കളേഴ്സ് വരുന്ന അത്രയും നമുക്ക് മേടിച്ചാൽ മതി. പക്ഷെ നമ്മൾ വലിയ പ്രൊഡക്ട്സ് ഒക്കെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ സെയിം കളർ നമുക്ക് ഒരുപാട് വാങ്ങേണ്ടി വരും. ബാഗ്സ് ഒക്കെയാണ് ചെയ്യുന്നതെങ്കിൽ ഒരേ കളറ് നമുക്ക് 2-3 ബോൾസ് ഒക്കെ ചിലപ്പോൾ വേണ്ടി വരും. അതൊക്കെ നമ്മളെ പ്രൊഡക്റ്റ് അനുസരിച്ചാണ് പറയാറ്. നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് നമുക്ക് എപ്പോഴും ഒരു ഐഡിയ വേണം. അതിനനുസരിച്ചാണ് നമ്മൾ റോ മെറ്റീരിയൽസ് സെലക്ട് ചെയ്യേണ്ടത്. രണ്ടാമതായിട്ട് നമുക്ക് വേണ്ടത് ക്രോഷറ്റ് ഹുക്സ് ആണ്. നമ്മൾ ഓൾറെഡി ക്രോഷറ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെയൊക്കെ കയ്യിൽ ഹുക്സ് ഉണ്ടാവും. പിന്നെ ഒരു ബിസിനസ്സായിട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് പല സൈസിൽ വേണ്ടി വരും. പല പ്രൊജക്ട്സിന് പല സൈസ് ഓഫ് ഹുക്സ് ആയിരിക്കും. അപ്പോൾ നമുക്കൊരു ഹുക്ക് സെറ്റ് എന്തായാലും വേണ്ടി വരും. അതിൽ നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന സൈസസ് ഇൻക്ലൂഡ് ആയിട്ടുള്ളത് അധികം നമ്മളൊരു 2mm to 5mm 6mm വരെയൊക്കെ ആയിരിക്കും അധികം ആളുകളും യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഒരു സെറ്റ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അടുത്തതായിട്ട് നമുക്ക് യാൺ നീഡിൽസ് അല്ലെങ്കിൽ താപ്പസ്ട്രി നീഡിൽസ് വേണം. ഇത് നമ്മൾ എപ്പോഴും സ്കിപ്പ് ചെയ്യുന്നൊരു സാധനമാണ്. ചിലർ വിചാരിക്കും എന്തിനാണ് സ്റ്റാർട്ടിങ്ങിൽ ഈ താപ്പസ്ട്രി നീഡിൽസ് വേണ്ടതെന്ന്. പക്ഷേ നമ്മളെ ക്രോഷറ്റ് പ്രോജക്ട്സിൻ്റെ ഒക്കെ എൻഡ്സ് വീവ് ചെയ്യാനും പല ആവശ്യങ്ങൾക്കും ഇത് വളരെ അത്യാവശ്യമായിട്ട് വേണ്ടിയിട്ടുള്ളൊരു സാധനമാണ്. അപ്പോൾ നിങ്ങൾ ബിഗിന്നേഴ്സ് ആണെങ്കിൽ കൂടി പർച്ചേസ് ചെയ്യേണ്ട ഒരു ഐറ്റമാണ് ഈ താപ്പസ്ട്രി നീഡിൽസ് എന്ന് പറയുന്നത്. ഇത് ഭയങ്കര ചീപ്പായിട്ട് കിട്ടുന്നതാണ്. പ്ലാസ്റ്റിക്കും കിട്ടും, അതേപോലെ ചില വെബ്സൈറ്റ്സിലൊക്കെ മെറ്റാലിക്കും ഉണ്ട്. അതൊക്കെ നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച്. നെക്സ്റ്റ് വേണമാണ് സ്റ്റിച്ച് മാർക്കേഴ്സ്. ഈ മാർക്കേഴ്സ് ചിലർ യാൺ വെച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാറുണ്ട്. അതായത് ചെറിയ യാണിൻ്റെ പീസസ് വെച്ചിട്ട് സ്റ്റിച്ചസ് മാർക്ക് ചെയ്യും. അങ്ങനെ കംഫർട്ടബിൾ ആയിട്ടുള്ളവർക്ക് അത് ഫോളോ ചെയ്യാം. നമ്മൾ ബിസിനസ്സൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് കുറേ പ്രൊഡക്ട്സ് ഉണ്ടാക്കേണ്ടതായിട്ട് വരും. ഹോബി ആയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് മെല്ലെ ചെയ്താൽ മതി, അപ്പോൾ അതൊക്കെ പറ്റും. പക്ഷേ ബിസിനസ്സായിട്ടൊക്കെ ചെയ്യുമ്പം നമുക്ക് കൂടുതൽ എളുപ്പത്തിൽ ചെയ്യാം. സ്റ്റിച്ച് മാർക്കേഴ്സ് പോലെയുള്ള സാധനങ്ങളൊക്കെ ആവശ്യമായിട്ട് വരും. കുറച്ചുകൂടി പ്രൊഫഷണൽ ആയിട്ട് വേണമല്ലോ നമ്മൾ കാര്യങ്ങൾ ചെയ്യാൻ. സ്റ്റിച്ച് നമ്പേഴ്സൊക്കെ കറക്റ്റ് ആയിരിക്കണം. അതിൽ സ്റ്റിച്ച് മാർക്കറിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് നെക്സ്റ്റ് വൺ മിനി സിസേഴ്സ് ആണ്. ഇതൊക്കെ നമ്മുടെ എല്ലാവരുടെയും കയ്യിൽ ഉണ്ടായിരിക്കാം. നമ്മൾ വലിയ സൈസുള്ള സിസേഴ്സ് നമുക്ക് ക്രോഷറ്റ് ചെയ്യുമ്പോൾ കംഫർട്ടബിൾ ആയിരിക്കില്ല. അതിന് മിനി സിസേഴ്സ് തന്നെ. അതുപോലെ ആവശ്യം വരുന്ന ഒരു പ്രൊഡക്റ്റാണ് മെഷറിംഗ് ടേപ്പ് എന്ന് പറയുന്നത്. നമ്മൾ ഗാർമെൻറ്റ്സ് ചെയ്യുമ്പോഴും ബാഗ്സ് ചെയ്യുമ്പോഴും പല കാര്യത്തിലും നമുക്ക് ഈ ടാപ്പിൻ്റെ ആവശ്യം വരും. ഇപ്പോൾ ബാഗ്സ് ആണെങ്കിൽ നമുക്ക് ചിലപ്പോൾ സ്ട്രാപ്സ് അളക്കേണ്ടി വരും. ഗാർമെൻറ്റ്സ് ആകുമ്പോൾ പല കാര്യങ്ങളും നമുക്ക് അളക്കേണ്ടി വരും. അപ്പോൾ പല അവസരങ്ങളിലും നമുക്ക് വേണ്ട ഒരു ഐറ്റമാണ് മെഷറിംഗ് ടേപ്പ് എന്ന് പറയുന്നത്. നമ്മൾ ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള 2 പ്രൊഡക്റ്റ് ചെയ്യുമ്പം രണ്ടും ഒരേ സൈസിലാണോ വന്നത് എന്നൊക്കെ അളക്കാൻ നമ്മളെ സഹായിക്കുന്നത് മെഷറിംഗ് ടേപ്സ് ആണ്. നെക്സ്റ്റ് ഐറ്റമാണ് കീ ചെയിൻ റിങ്. നിങ്ങൾ കീ ചെയിൻസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മാത്രം ഇത് മേടിച്ചാൽ മതി. അതേപോലെ സിൽവർ കളറിൽ റൗണ്ട് ഷേപ്പിൽ വരുന്ന കീ ചെയിൻ റിങ്സ് എപ്പോഴും ചീപ്പായിട്ടാണ് കിട്ടാറ്, വലിയ പ്രൈസ് വരുന്നില്ല. ഇനി നമുക്ക് വേറെ ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ കളർഫുൾ ആയിട്ടുള്ള കീ ചെയിൻ റിങ്സ് ഒക്കെ നമുക്ക് കിട്ടും. ഇതൊക്കെ ഓപ്ഷണലാണ്.
പിന്നെ റിങ്ങിൻ്റെ അവിടെ വേറെ ഷേപ്പ് വരുന്ന കീ ചെയിൻ റിങ്സ് ഒക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതൊക്കെ നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് നമുക്ക് പർച്ചേസ് ചെയ്യാം. നെക്സ്റ്റ് ഐറ്റം പ്ലെയിൻ ഹെയർ ടൈസ് ആണ്. അതിൽ ബ്ലാക്ക് ആണ് ഏറ്റവും നല്ലത്. പിന്നെ കളേഴ്സും നമുക്ക് പേസ്റ്റൽ ഷെയ്ഡ്സ്, നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന കളേഴ്സൊക്കെ നമുക്ക് വേണമെങ്കിൽ വാങ്ങാം. ഇതൊക്കെ നിങ്ങൾ ഹെയർ ആക്സസറീസ് ചെയ്യുന്നുണ്ടെങ്കിൽ, സ്ക്രഞ്ചീസും അതേപോലെ ഹെയർ ടൈസും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ മേടിക്കേണ്ടതുള്ളൂ. ഹെയർ ആക്സസറീസ് ചെയ്യാൻ പ്ലാൻ ഇല്ലെങ്കിൽ ഈ ഒരു ഐറ്റം നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. അതേപോലെ നെക്സ്റ്റ് നമ്മൾ ഹെയർ ആക്സസറിക്ക് വേണ്ട കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഒന്ന്, ഇത് അലിഗേറ്റർ ക്ലിപ്സ് ആണ്. നിങ്ങൾ സ്മോൾ ആയിട്ടുള്ള ബോ ക്ലിപ്സ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഈ അലിഗേറ്റർ ക്ലിപ്സ് ആണ്. ഇതേപോലെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്ലിപ്പ് ബേസസ് അവൈലബിൾ ആണ്. ഇതിപ്പോൾ നമുക്ക് ചെറിയ ബോ അതേപോലെ ചെറിയ ഫ്ലവർ ഡിസൈൻസിനൊക്കെ പറ്റുന്നതാണ്. ഇനി കുറച്ചുകൂടി വലിയൊരു സാധനമാണ് വേണമെങ്കിൽ ബാരറ്റ് ക്ലിപ്പ് ബേസ് ആണ് നിങ്ങൾ വാങ്ങേണ്ടത്. ഇതാണ് ബാരറ്റ് ക്ലിപ്പ് ബേസ്. ഇത് നമ്മൾ മൊത്തം മുടി എടുത്തിട്ട് കുടുക്കി വെക്കാൻ അത്രയും മുടി താങ്ങുന്ന ഒരു ക്ലിപ്പ് ബേസ് ആണിത്. മറ്റേ അലിഗേറ്റർ ക്ലിപ്സ് നമുക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റൈലിന് വെക്കാനേ പറ്റുള്ളൂ. ഇതൊരു ഫങ്ഷണൽ ആയിട്ടുള്ള ക്ലിപ്പാണ്. നമുക്കറിയാം ഇങ്ങനത്തെ ക്ലിപ്സ് അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബാരറ്റ് ക്ലിപ്പ് ബേസ് ആണ് നിങ്ങൾ വാങ്ങേണ്ടത്. പിന്നെ ഉള്ളത് ടിക് ടാക്ക് ആണ്. ഇത് നമ്മൾ കിഡ്സിനൊക്കെ ഇതിൻ്റെ മുകളിൽ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാം. ബ്ലാക്ക് പ്ലെയിൻ കളർ ടിക് ടാക്സ് ഒക്കെ വാങ്ങിക്കഴിഞ്ഞാൽ ചെറിയൊരു ഫ്ലവറൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അറ്റത്ത് ഒട്ടിച്ച് കഴിഞ്ഞാൽ ഒരു പ്രോഡക്റ്റായി. അപ്പം അതേപോലെ കുഞ്ഞു ബോസോ എന്തെങ്കിലും ഡിസൈൻസോ പാച്ചസോ ഒക്കെ നമുക്ക് ഇതേപോലെ ചെയ്യാം. അതിനു വേണ്ടി നമ്മൾ ബ്ലാക്ക് കളർ ടിക് ടാക്ക് ബേസ് ആണ് മേടിക്കേണ്ടത്. ഇനി നമ്മൾ അമുഗിരിമീസ് ഒക്കെ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നമുക്ക് ഇതേപോലെ സേഫ്റ്റി ഐസ് ആവശ്യമായിട്ട് വരും. ഇത് നമ്മൾ കണ്ണിന് വേണ്ടിയിട്ട് വെക്കുന്ന പ്രൊഡക്റ്റാണ്. ഇതിന് സേഫ്റ്റി ഐസ് എന്നാണ് പറയുന്നത്. ഇതിൻ്റെ ബാക്കിലിടാൻ ഒരു റിങ്ങും ഇതിൻ്റെ കൂടെ കിട്ടും. അത് വെച്ചിട്ടാണ് അത് അറ്റാച്ച് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ബിസിനസ്സായിട്ട് അമിഗുരുമി ബിസിനസ്സാണ് ചെയ്യുന്നതെങ്കിൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ ഇതിൻ്റെ വിവിധമായ സൈസസ് അവൈലബിൾ ആയിരിക്കും. അത് നമ്മൾ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റിൻ്റെ സൈസ് നോക്കിയിട്ടാണ് ഇത് മേടിക്കേണ്ടത്. നമ്മൾ വലിയ ടോയ്സൊക്കെ ആണെങ്കിൽ വലിയ സൈസിലുള്ള സേഫ്റ്റി ഐസ് വേണ്ടി വരും. പിന്നെ നമ്മളിപ്പോൾ കീ ചെയിൻസ് തന്നെ ചെറിയ അമിഗുരുമി വെച്ചിട്ടുള്ള കീ ചെയിൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനും ചിലപ്പോൾ ഐസിൻ്റെ ആവശ്യം വരും. അതിന് കുഞ്ഞു കുഞ്ഞു സേഫ്റ്റി ഐസ് വാങ്ങുന്നതായിരിക്കും നല്ലത്. നിങ്ങൾ അമിഗുരുമീസ് ചെയ്യാത്ത ആളാണെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി സ്കിപ്പ് ചെയ്യാവുന്നതാണ്. സേഫ്റ്റി ഐസ് പോലെയുള്ളൊരു ഐറ്റമാണ് സേഫ്റ്റി നോസ്. ചില പ്രൊഡക്ട്സിലൊക്കെ നമ്മൾ യാൺ വെച്ചിട്ട് തന്നെ നോസ് ഡീറ്റെയിലിങ്സ് ചെയ്യാറുണ്ട്. അമിഗുരുമിയുടെ കേസ് തന്നെയാണ് ഇതും ഞാൻ പറയുന്നത്. ചില പ്രൊഡക്റ്റിലൊക്കെ ഇപ്പം നമ്മൾ ബിയറിന് ഉണ്ടാക്കുമ്പോഴോ അല്ലെങ്കിൽ പപ്പീസിന് ഉണ്ടാക്കുമ്പോഴൊക്കെ നോസ് ഫിറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രൊഡക്റ്റാണ് ഈ സേഫ്റ്റി നോസ് എന്ന് പറയുന്നത്. പിന്നെ അമിഗുരുമിക്ക് വേണ്ട മറ്റൊരു ഐറ്റമാണ് ഫൈബർ ഫില്ല്. ഇത് നമ്മൾ അമിഗുരുമി ഫില്ലിംഗ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഫൈബർ ഫിൽ എന്നാണ് ഇതിന് പറയുന്നത്. നമ്മൾ അമിഗുരുമീസിന് മാത്രമല്ല വേറെ പല ഐറ്റംസിനും ഫില്ലിംഗ് ആയിട്ട് ഉപയോഗിക്കുന്ന ഇതാണ്. ഇപ്പം നമ്മൾ ടുലിപ്സ് ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിനൊക്കെ ഫില്ലിങ് യൂസ് ചെയ്യാറുണ്ട്. അതിന് ഇതാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ കീ ചെയിൻസിന് അതേപോലെ ഫില്ലിങ് വേണമെങ്കിൽ അതിനും ഇത് നമ്മൾ റാറ്റിൽസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതേപോലെ റാറ്റിൽ റിങ്സ് നമുക്ക് വേണം. വുഡൻ റിങ്സ് ആണ് നല്ലത് കുട്ടികൾക്ക്. ഇത് നമുക്ക് ഇങ്ങനെ പ്ലെയിൻ ആയിട്ടുള്ള റിങ്സ് നമുക്ക് വാങ്ങാൻ കിട്ടും. ഇതിൻ്റെ മുകളിൽ ഒരു അമുഗുരുമി ഫിറ്റ് ചെയ്തിട്ടൊക്കെയാണ് റാറ്റിൽസ് ചെയ്യാറുള്ളത്. നിങ്ങൾ ബാഗ്സിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളതെങ്കിൽ ബാഗ് മേക്കിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ നോക്കാം. ഇത് നമ്മുടെ ബാഗിൻ്റെ മാഗ്നറ്റിക് ക്ലിപ്സ് ആണ്. ഇത് നമ്മൾ ബാഗ് അടയ്ക്കാനും തുറക്കാനും വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഐറ്റമാണ്. മാഗ്നറ്റിക് ക്ലാപ്സ് എന്നാണ് ഇതിന് പറയാറ്, അല്ലെങ്കിൽ മാഗ്നറ്റിക് ബട്ടൺ എന്നും പറയും. അപ്പോൾ ഇത് ബാഗ് മേക്കിംഗ് ചെയ്യുന്നവർക്ക് വേണ്ടതാണ്. അല്ലാത്തവർക്ക് ഇത് വാങ്ങേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു ഓപ്ഷണൽ ഐറ്റമാണ്. ബാഗ് മേക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള വേറെ കുറച്ച് പ്രോഡക്ട്സ് കൂടി ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഈ ഒരു ഐറ്റം നമുക്ക് സ്റ്റാപ്പിൻ്റെ ഭാഗം ബോഡി ആയിട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഐറ്റമാണ്. നിങ്ങൾ ക്രോസ് ബോഡി ബാഗൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റ് ആവശ്യമായിട്ട് വരും. അല്ലാത്ത ബാഗ്സിലും നമുക്കൊരു സ്റ്റൈലിന് വേണ്ടിയിട്ട് ഇങ്ങനത്തെ പ്രോഡക്ട്സൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് കുഞ്ഞു പേഴ്സസ് ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ, ക്ലച്ചൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഓപ്ഷണലായിട്ട് മേടിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണിത്. ഇത് പേൾ ബാക്ക് സ്ട്രാപ്പാണ്. അതേപോലെ തന്നെ ചെയിൻ ബാക്ക് സ്ട്രാപ്സ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ക്രോഷയുടെ ഒരു ബാഗ് ചെയ്യുക, അല്ലെങ്കിൽ ചെറിയ പേഴ്സ് ചെയ്യുക. എന്നിട്ട് സ്ട്രാപ്സ് ക്രോഷഡ് ചെയ്യാതെ ഡയറക്റ്റ് ഇതേപോലുള്ള റെഡിമെയ്ഡ് സ്ട്രാപ്സ് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ക്ലാസിക് ലുക്ക് നമുക്ക് കിട്ടും. ഒരു ന്യൂ ലുക്ക് കിട്ടും. പുതിയൊരു ഐറ്റം പോലെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഇതിൻ്റെ വേരിയസ് ഡിസൈൻസ് ഒക്കെ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇത് പ്രസ് ബട്ടൺസ് ആണ്. ഇങ്ങനത്തെ ബട്ടൺസ് നമുക്ക് ചെറിയ പേഴ്സിനൊക്കെ നമുക്ക് ബട്ടൺസ് ആയിട്ട് വെക്കാൻ പറ്റും. തുറക്കാനും അടയ്ക്കാനും വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. വലിയ ബാഗ്സിനൊന്നും ഇത് വെക്കുന്നത് പറ്റില്ല. മാഗ്നറ്റിക് ബട്ടൺസ് ആണ് അതിന് വെക്കുക. കുഞ്ഞ് ഐറ്റംസിനൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ബട്ടൺസ് ആണിത്.
അതേപോലെ നിങ്ങൾ സിപ്പ് ക്ലോഷർ ഉള്ള ബാഗ്സ് ആണ് ചെയ്യുന്നതെങ്കിൽ തുറക്കാനോ അടയ്ക്കാനൊക്കെ പറ്റുന്ന ബാഗ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ബാഗ് സിപ്പേഴ്സ് ആവശ്യമായിട്ട് വരും. അത് നമുക്ക് ഒന്നുകിൽ ബ്ലാക്കോ അല്ലെങ്കിൽ വൈറ്റോ വാങ്ങിയിട്ട് അല്ലെങ്കിൽ ഓഫ് വൈറ്റോ ഒക്കെ വാങ്ങിയിട്ട് എല്ലാത്തിനും വെക്കാം. അല്ലെങ്കിൽ നമ്മൾ സ്പെസിഫിക് ആയിട്ട് ചെയ്യുന്ന ബാഗിന് നമ്മൾ യാൺ വാങ്ങുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് സിപ്പേഴ്സ് അതിൻ്റെ സെയിം കളറുള്ളതും വാങ്ങാം. പ്രധാന എംബ്രോയിഡറി സ്റ്റോഴ്സിലൊക്കെ ഇതേപോലെ സിപ്പേഴ്സ് ഉണ്ട്, പക്ഷേ കളർഫുൾ ആയിട്ടുള്ളതുണ്ടോ എന്നുള്ളത് അറിയില്ല. അതേപോലെ നമുക്ക് ലൈനിങ് ഉള്ള ബാഗ്സ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നതെങ്കിൽ പല കളറുള്ള ബാഗ് ലൈനിങ് നമുക്ക് ആവശ്യമായിരിക്കും. അത് ഈ പറഞ്ഞ പോലെ വേണമെങ്കിൽ നിങ്ങൾക്ക് പ്ലെയിനോ അല്ലെങ്കിൽ ഓഫ് വൈറ്റോ ലൈനിങ്ങോ ഒക്കെ എല്ലാത്തിനും ഉപയോഗിക്കാം. ഡാർക്ക് കളറാണെങ്കിൽ ബ്ലാക്ക് ലൈനിങ് ഉപയോഗിക്കാം. അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ട് കളേർഡ് ആയിട്ടുള്ള ബാഗ് ലൈനിങ്സ് നിങ്ങൾ വാങ്ങേണ്ടി വരും. ക്രോഷറ്റ് ബാഗിന് ബാഗ് ലൈനിങ് എന്ന് പറയുന്നത് തന്നെ ഓപ്ഷണലാണ്. മിക്കവാറും ആളുകൾ ലൈനിങ് ഇല്ലാതെ ഡയറക്റ്റ് ബാഗ് സെല് ചെയ്യാറാണ് പതിവ്. നെക്സ്റ്റ് വൺ ബട്ടൺസ് ആണ്. ബട്ടൺസ് നമുക്ക് ബാഗ് മേക്കിങ്ങിന് ആവശ്യം വരും. നമ്മൾ കാർഡിഗൻസ് അല്ലെങ്കിൽ ഗാർമെൻറ്റ്സ് ഒക്കെ ചെയ്യുമ്പം അതിനും ബട്ടൺസ് ചിലപ്പം ആവശ്യം വരാറുണ്ട്. അതിൽ തന്നെ വുഡൻ ബട്ടൺസ് ആണ് കോമൺലി നമ്മൾ ക്രോഷറ്റിൻ്റെ കൂടെ യൂസ് ചെയ്യാറുള്ളത്. വുഡൻ ബട്ടൺസും നമുക്ക് കളർഫുൾ ആയിട്ടും അല്ലെങ്കിൽ വുഡൻ കളറിലും യൂസ് ചെയ്യാൻ പറ്റും. ഇതിൽ വുഡൻ കളറിൽ വരുന്ന ബട്ടൺസ് ആണെങ്കിൽ അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു പാക്കറ്റ് മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാത്തിനും അത് ഉപയോഗിക്കാം. മറ്റേ നമ്മൾ ഓരോന്നിൻ്റെയും സെപ്പറേറ്റ് കളേഴ്സ് നോക്കി വാങ്ങേണ്ടി വരും. അപ്പം അങ്ങനെയും നമുക്ക് ചെയ്യാം. ഇനി നിങ്ങൾ ഫ്ലവേഴ്സും ഫ്ലവർ ബൊക്കേറ്റ്സും ഒക്കെ ആണെങ്കിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്ക് വേണ്ട ഐറ്റംസ് നോക്കാം. ഇത് ഫ്ലോറൽ സ്റ്റിക്സ് ആണ്. ഇത് മെയിൻ സ്റ്റെമ്മായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റിക്കാണിത്. ഇത് മെറ്റാലിക് ആണ്. ചിലർ വുഡൻ സ്റ്റിക്കും യൂസ് ചെയ്യാറുണ്ട്. ചോപ്പ് സ്റ്റിക്സ് പോലെ വരുന്ന ബാംബൂ സ്റ്റിക്സ് ഒക്കെ അതേപോലെ വുഡനിൽ വരുന്ന മെലിഞ്ഞ സ്റ്റിക്സ് യൂസ് ചെയ്യാറുണ്ട്. ഈ ഫോട്ടോയിൽ നമ്മൾ കാണുന്നത് മെറ്റലാണ്. ഇത് അധികം ഒലയാത്ത ടൈപ്പ്, വളയാത്ത ടൈപ്പാണ്. നമ്മൾ വിചാരിച്ചാൽ പോലും വളയ്ക്കാൻ പറ്റാത്ത ടൈപ്പ് ഓഫ് സ്റ്റിക്കാണിത്. പിന്നെ ഇത് ഫ്ലോറൽ വയേഴ്സ് തന്നെ നമുക്ക് ട്വിസ്റ്റ് ചെയ്യാനൊക്കെ പറ്റുന്ന വയേഴ്സാണ്. അത് നമുക്ക് ഗ്രീനിലും അതേപോലെ സിൽവറിലും ഒക്കെ നമുക്ക് കിട്ടും, ഗോൾഡനിലൊക്കെ കിട്ടും. പക്ഷേ ഗോൾഡൻ നമുക്ക് ആവശ്യമില്ല. ഗ്രീനോ അല്ലെങ്കിൽ സിൽവറോ ആണ് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നത്. ഇത് നമ്മൾ ലീവ്സിനും അല്ലെങ്കിൽ ഫ്ലവേഴ്സിൻ്റെ പെറ്റൽസൊക്കെ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനത്തെ മെറ്റാലിക് വയേഴ്സാണ് യൂസ് ചെയ്യാറ്. നേരത്തെ നമ്മൾ കണ്ടത് സ്റ്റിക്കാണ്, അത് മെയിൻ സ്റ്റെമ്മിന് യൂസ് ചെയ്യുന്നതാണ്. ഇത് നമ്മൾ ലീവ്സൊക്കെ ഇങ്ങനെ വളച്ചെടുക്കാൻ പറ്റുന്ന സാധനങ്ങൾ, ഇപ്പോൾ ലില്ലി ഫ്ലവറൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് വയർ ആവശ്യമായിട്ട് വരാറുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ഫ്ലോറൽ. നെക്സ്റ്റ് വൺ ഗ്ലൂ ഗൺ ആണ്. ഫ്ലവർ മേക്കിങ്ങിന് എന്തായാലും ഗ്ലൂ ഗൺ ആവശ്യം വരും. അല്ലാതെ നമ്മൾ ഹെയർ ക്ലിപ്സിന് ബേസിലേക്ക് അറ്റാച്ച് ചെയ്യാനൊക്കെ നമ്മൾ ഗ്ലൂ ഗൺ യൂസ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ ഗ്ലൂ ഗൺ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഐറ്റമാണ്. നമ്മളിപ്പോൾ ബാഗ്സ് പോലെയുള്ള ഐറ്റംസ് ഒക്കെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ചെറിയ കോസ്റ്റേഴ്സ് അതിനൊന്നും ചിലപ്പം ഗ്ലൂ ഗൺ ആവശ്യം വരില്ല. പക്ഷേ ഹെയർ ആക്സസറീസിനും അതേപോലെ ഫ്ലവേഴ്സിനൊക്കെ നമുക്ക് ഗ്ലൂ ഗണ്ണും അതിൻ്റെ ഗ്ലൂ സ്റ്റിക്സും ആവശ്യമായിട്ട് വരും. നെക്സ്റ്റ് വൺ ആണ് റാപ്പിംഗ് പേപ്പേഴ്സ്. ഇത് നമുക്ക് ഫ്ലവർ ബൊക്കേറ്റ്സ് ചെയ്യാൻ ആവശ്യമായിട്ട് വരും. നിങ്ങൾ ബൊക്കേറ്റ്സ് ആയിട്ട് ഫ്ലവർ സെല് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതേപോലെ ഡിഫറെൻറ്റ് കളേഴ്സ് ഓഫ് റാപ്പേഴ്സ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇത് നമ്മൾ ഒന്നുകിൽ നമുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഫ്ലവറിൻ്റെ കളർ നോക്കിയിട്ട് വാങ്ങണം, അല്ലെങ്കിൽ നമുക്ക് കോമൺലി യൂസ് ചെയ്യുന്ന കളേഴ്സ് വാങ്ങാം, അല്ലെങ്കിൽ ബ്ലാക്കോ വൈറ്റോ ഗോൾഡനോ അങ്ങനെയുള്ളത് നോക്കിയിട്ട് വാങ്ങാം. അത് നിങ്ങളുടെ ഒരു ക്രിയേറ്റിവിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും. അപ്പോൾ നമുക്ക് ഫ്ലവർ മേക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള ഒരു ഐറ്റം ആണ് ഈ റാപ്പിംഗ് പേപ്പേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ ഫ്ലവർ റാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഇതേപോലത്തെ സെല്ലോ ടേപ്സ്, പ്ലെയിൻ ആയിട്ടുള്ള ടേപ്സ് ആവശ്യമായിട്ട് വരും. അതേപോലെ സാറ്റിൻ റിബൺസ് അല്ലെങ്കിൽ ഓർഗൻസ റിബൺസ് ഒക്കെ, ഇതൊക്കെ നമുക്ക് ഫ്ലവർ ബൊക്കേറ്റിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് ആണ്. ഇതൊക്കെ നമുക്ക് ഓപ്ഷണൽ ആണ്. നമ്മൾ അങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മാത്രം മേടിക്കേണ്ട സാധനങ്ങളാണിത്. ഇനിയിപ്പോൾ ഫ്ലവേഴ്സ് ബൊക്കേറ്റ് അല്ലാതെ വിൽക്കുന്നവർക്കും ചിലപ്പോൾ റിബൺസ് ആവശ്യം വരും. നമുക്ക് ജസ്റ്റ് ഒരു 4-5 ഫ്ലവേഴ്സ് കൂട്ടി വെച്ച് കെട്ടണമെങ്കിലൊക്കെ റിബൺസ് ആണ് യൂസ് ചെയ്യുന്നത്. ഇത്രയും ഐറ്റംസ് ആണ് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന റോ മെറ്റീരിയൽസ്. ഇനി നിങ്ങൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രോഡക്റ്റ്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആവശ്യമായിട്ട് വരും. നമുക്ക് വെരി കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന റോ മെറ്റീരിയൽസ് ആണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. കൂടുതൽ വീഡിയോസ് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ. താങ്ക്